Hi team, it's me Munir from Wisdom Spears. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യപ്പെടുന്നത് ഒരു ഓർഗനൈസേഷൻ സ്ട്രക്ചറിനെ കുറിച്ചിട്ടാണ്. നമ്മൾ എല്ലാവരും ഒത്തിരി കമ്പനികൾ നമ്മൾ കണ്ടിട്ടുണ്ടാവും, നമ്മൾ ഇടപഴകിയിട്ടുണ്ടാവും, നമ്മൾ കേട്ടിട്ടുണ്ടാവും. നമുക്ക് ഉദാഹരണമായിട്ട് അല്ലേ, നമുക്ക് അഭിമാനിക്കാവുന്ന ഒരു ബ്രാൻഡാണ് ലുലു ഹൈപ്പർ മാർക്കറ്റ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഒത്തിരി കാരിഫോ അങ്ങനെയുള്ള ഒത്തിരി കമ്പനികൾ, നമുക്കിങ്ങനെ ഒരുപാട് കമ്പനികളുണ്ട് അല്ലേ. നമുക്ക് ഇതിൻ്റെയൊക്കെ ഒരു ഓർഗനൈസേഷൻ സ്ട്രക്ചറിനെ കുറിച്ചിട്ടൊന്ന് ചർച്ച ചെയ്താലോ അല്ലേ. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ബോർഡ് ഓണർഷിപ്പ് എന്നാണ് പറയുക. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കമ്പനിയുടെ മുതലാളി, അതിൽ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്, ഷെയർ ഹോൾഡേഴ്സ്, ഇങ്ങനെ എല്ലാ ടീമും ഇവിടെയാണ് വരിക. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് എക്സിക്യൂട്ടീവ് മാനേജ്മെൻറ്റ് എന്ന് പറയുക. ഈ ഒരു എക്സിക്യൂട്ടീവ് മാനേജ്മെൻറ്റ് അണ്ടറിൽ ഒത്തിരി ആളുകൾ കിടക്കുന്നുണ്ട്. അതിലേറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആളാണ് CEO, ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ എന്നാണ് പറയുക. അത് ഓവറോൾ സ്ട്രാറ്റജി, പെർഫോമൻസ്, ഇതൊക്കെയാണ് ഈ CEO എന്ന വ്യക്തിയുടെ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്.